നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാർക്ക് ആശ്വാസമേകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ 1 കോടി തന്റെ സംഭാവനയെന്നും മന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ മന്ത്രിയുടെ പരോക്ഷ വിമർശനം. വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള വിവാദങ്ങൾ തരികിട പരിപാടികളാണെന്നും സുരേഷ് ഗോപി. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും PK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം. കോട്ടായിൽ കോടികൾ മുടക്കി സ്ഥാപിച്ച തടയണയ്ക്ക് ഷട്ടർ ഇല്ലാത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധം. വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനു പോലും ഉപകാരമില്ലാത്ത തടയണ നോക്കുകുത്തിയാണെന്നും പ്രദേശവാസികൾ. അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണ് ഇതെന്നും ആരോപണം. കേരളത്തിൽ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം നുഴഞ്ഞുകയറ്റം നടക്കുമ്പോഴും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും RV ബാബു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള തരികിട പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാരുടെ പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്റെ സംഭാവനയായി 1 കോടി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളെ കേന്ദ്രമന്ത്രിയുടെ മുന്നിലിരുത്തി 2 മണിക്കൂർ സംസാരിപ്പിച്ചു. കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി 1 ദിവസം മുഴുവൻ അവർ ചർച്ച നടത്തി. വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ പുനർക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ണൂരിൽ വീണ്ടും അപകടമുണ്ടായത്. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പാറമേക്കാവ് തിരുവമ്പാടി വേല വെടിക്കെട്ടുകൾ നടത്തുന്നതിന് താൻ കൂടി അവർക്കൊപ്പം നിന്നു. അവർ അക്കാര്യം വെളിപ്പെടുത്താത്തത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണമാകും എന്നതിനാൽ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചുപിടിക്കുന്നു. മാഗസിനെക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ തന്റെ സംഭാവനയായി നൽകുമെന്നും ബാക്കി തുക സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നല്ല മനസ്സും ഹൃദയവുമുള്ള ആളുകൾ അതിൽ ചേർന്നാൽ 25 കോടിയുടെ കൺസോർഷ്യം രൂപീകരിക്കാൻ കഴിയും. ആശാപ്രവർത്തകർക്കുള്ള മാസവരുമാനത്തിനോട് ചേർന്ന് ഒരു നല്ല വിഹിതം കൺസോർഷ്യത്തിലൂടെ നൽകാൻ കഴിയും. ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അനുസരിച്ച് എന്തായാലും 50, 60, 70 ഉറപ്പാണ്. അത് 1 കോടി ആയാൽ 1 കോടിയാക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരതിനകത്ത് പങ്കുചേരുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു, കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ലോറിൽ ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റാണ്. എത്ര പേർക്ക് PPE കിറ്റ് കിട്ടി, എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതവും മുമ്പോട്ട് എന്തെന്ന് പോലും ഒരു കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യുകയാണ്. അന്ന് മരണമാണ് അല്ലേ, ഇതിൽ എക്സ്പോസ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത്. ആ മരണത്തിനെയാണ് അവർ നേരിട്ടത്. എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിനിമയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കണമെന്നും കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. PK ശ്രീകണ്ഠൻ MP 50 ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി പൊതുശ്മശാനം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. നമ്പം റോഡിൽ പുഴയോരത്ത് വർഷങ്ങൾക്ക് മുൻപാണ് പൊതുശ്മശാനം നിർമ്മിച്ചത്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ശ്മശാനം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നിയമക്കുരുക്കിൽ വർഷങ്ങൾ കഴിഞ്ഞു. നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് മുഹമ്മദ് മുഹസിൻ MLA ജില്ലാ കളക്ടറുമായി ഇടപെട്ട ശേഷമാണ് നിയമക്കുരുക്കുകളഴിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയായത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ അനുവദിച്ചു. ശനിയാഴ്ച നിർമ്മാണോദ്ഘാടനം MLA നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാകുക എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ വിദ്യാർത്ഥിയാകുമ്പോൾ
സ്കൂൾ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പട്ടാമ്പിയിൽ വെച്ച് ചില പ്രതിഷേധ പരിപാടികളൊക്കെ ഞാൻ കണ്ടു. അന്ന് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള ചില കൂട്ടായ്മകളും വിഷയങ്ങളുമൊക്കെ നടക്കുന്നത് കണ്ട് അന്ന് വിദ്യാർത്ഥിയാകുമ്പോൾ ഞാൻ ഒരു ശ്മശാനം എന്തുകൊണ്ട് പട്ടാമ്പിയിൽ ആരംഭിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശ്മശാനത്തിലെ അനുബന്ധ ഉപകരണങ്ങൾക്ക് VK ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. P. വിജയകുമാർ, K. രാജൻ, കവിത, KT റുക്കിയ, KR നാരായണസ്വാമി, C. സംഗീത, CA സാജിദ്, സുരേഷ്, താലൂക്ക് തഹസിൽദാർ KT കിഷോർ, NP വിനയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോടികൾ മുടക്കി നിർമ്മിച്ച കോട്ടായി മുട്ടിക്കടവ് തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ട് കിടക്കുകയാണെന്നും ഒരു തുള്ളി വെള്ളത്തിന് പോലും ഉപകാരമില്ലാതെയാണ് തടയണ എന്നും പ്രദേശവാസികൾ പറയുന്നു. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ തെളിവാണ് ഇതെന്നും നാട്ടുകാർ ആരോപിച്ചു. വേനലിലെ കടുത്ത വരൾച്ചയെ നേരിടാനും എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാനുമായി കോടികൾ മുടക്കി ഭാരതപ്പുഴയിൽ തടയണ നിർമ്മിച്ചെങ്കിലും ഷട്ടർ സ്ഥാപിക്കാത്തതിനാൽ വേനലിൽ ഒരു തുള്ളി വെള്ളത്തിന് ഉപകാരമില്ലാത്ത സ്ഥിതി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കോട്ടായി പഞ്ചായത്തിലെ മുട്ടിക്കടവ് തടയണയാണ് അധികാരികളുടെ കെടുകാര്യസ്ഥതയുടെ തെളിവായി വറ്റിവരണ്ട് കിടക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് വരെ നിറഞ്ഞൊഴുകിയിരുന്നതാണ്. എല്ലാം കുത്തിയൊലിച്ചുപോയി. യഥാസമയം ഷട്ടർ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ തടയണ നിറയെ വെള്ളം സംഭരിക്കാമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടായി പഞ്ചായത്തിന്റെ ശുദ്ധജല വിതരണ പമ്പ് ഹൗസ് ഈ തടയണയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. 52 കോടിയുടെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പമ്പിംഗ് കിണറും പുതുതായി സ്ഥാപിച്ചത് മുട്ടിക്കടവ് തടയണയിലാണ്. തടയണ വറ്റിവരണ്ട് പാറക്കെട്ടുകൾ മാത്രമായിട്ടുണ്ട്. അതേസമയം മൈനർ ഇറിഗേഷൻ വകുപ്പാണ് തടയണ സ്ഥാപിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസം മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തടയണ സന്ദർശിച്ച് ഷട്ടറിന്റെ അളവെടുത്ത് പോയിട്ടുണ്ടെന്നും ഉടൻ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് പറഞ്ഞു. പുഴവെള്ളം മുഴുവൻ ഒഴുകിപ്പോയ ശേഷം വൈകിയുദിച്ച വിവേകം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം ബംഗ്ലാദേശികളുടെയും മറ്റും നുഴഞ്ഞുകയറ്റം വ്യാപകമാകുമ്പോഴും സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും RV ബാബു പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അറിയാവുന്ന പോലെ കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും അനധികൃതരായിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും പലരും അവരൊക്കെ ഒരു ഡ്രഗ് മാഫിയയുടെ കരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തത് അയാൾ അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസ്, പ്രത്യേകിച്ച് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം, അത് നമ്മുടെ കേരളത്തിൽ വലിയൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനോട് അലംഭാവം കാണിക്കുന്നു. വേണ്ടത്ര രീതിയിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചില ആക്ഷൻസ് നടത്തുന്നു. അതൊരു പ്രഹസനമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വേണ്ടത്ര ഗൗരവം ആ കാര്യത്തിൽ കൊടുക്കുന്നില്ല. മതാടിസ്ഥാനത്തിലുള്ള സംവരണങ്ങളും ആനുകൂല്യങ്ങളും സർക്കാർ നിർത്തിവെക്കണമെന്നും RV ബാബു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കുടിയേറ്റം വ്യാപകമാണ്. ഇതിന്റെ അംഗീകൃതവും അനധികൃതവുമായ കണക്ക് സർക്കാരിന് വശമില്ലാത്തത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും. ലഹരിക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനവും കൂടുതൽ നടത്തുന്നത് കുടിയേറ്റക്കാരാണ്. ക്ഷേത്ര കമ്മിറ്റികൾ കൈയടക്കിയും ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്ത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച ക്ഷേത്രങ്ങളെ തകർക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഡിജിറ്റൽ സർവേ നടത്തിയതോടെ ക്ഷേത്രഭൂമികൾ സർക്കാർ പുറമ്പോക്കായി മാറി. ക്ഷേത്രഭൂമി അന്യാധീനപ്പെടാതെ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡുകൾ നിശബ്ദത പാലിക്കുകയാണ്. ലഹരി ഉപയോഗം കൂടി വരുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും നശിപ്പിക്കുന്നുണ്ടെന്ന വസ്തുത ഹിന്ദു ഐക്യവേദി ആശങ്കയോടെയാണ് കാണുന്നത്. 4, 5, 6 തീയതികളിലായി പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. വരും വർഷത്തിൽ കേരളത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഹൈന്ദവ സംഘടന, വനിത പ്രതിനിധി സമ്മേളനങ്ങളിലായി കേരളത്തിലെ പ്രമുഖ ആചാര്യന്മാർ, RSS ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും RV ബാബു അറിയിച്ചു. ജനറൽ കൺവീനർ PN ശ്രീരാമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, ഡോക്ടർ R പാർത്ഥസാരഥി, G മധുസൂദനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ,
പാലക്കാട്. കൊല്ലങ്കോട് നെമേനിയിൽ അമ്മയും മകനും മുങ്ങി മരിച്ചു. കല്ലേരിപ്പൊറ്റയിൽ താമസിക്കുന്ന 46 വയസ്സുള്ള ബിന്ദു, മകൻ 11 വയസ്സുള്ള സനോജ് എന്നിവരെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുക്കപ്പാറയിലെ അമ്പിട്ടൻ ചള്ളക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് ഇരുവരും. രാവിലെ 9:30 അപകടമുണ്ടായത്. ബിന്ദുവിന് അപസ്മാരത്തിന്റെ അസുഖമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അസുഖമുണ്ടായ സമയത്ത് അമ്മയെ രക്ഷിക്കാൻ പോയ മകനും അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് കുളത്തിന്റെ കരയിൽ ഒരു കുട്ടിയുടെ ചെരുപ്പ് കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി കൊണ്ടയൂരിൽ സഹോദരനെ കൊലപ്പെടുത്തി ജാമ്യത്തിലിറങ്ങിയ പ്രതി മദ്യലഹരിയിൽ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. കൊണ്ടയൂർ സ്വദേശിയായ 42 വയസ്സുള്ള സുരേഷാണ് കൃത്യം ചെയ്തത്. 70 വയസ്സുകാരി പതിപ്പറമ്പിൽ വീട്ടിൽ ശാന്തയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രിയാണ് മദ്യലഹരിയിലെത്തിയ സുരേഷ് ഒരുമിച്ച് താമസിക്കുന്ന അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ശാന്തയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ സുബ്രഹ്മണ്യനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണ് സുരേഷ്. ചെറുതുരുത്തി പോലീസ് ഇയാളെ പിടികൂടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ട്രൈബൽ മേഖലയിൽ നിന്ന് ആദ്യമായി നാടകരംഗത്തെത്തിയ അട്ടപ്പാടി സ്വദേശി കുപ്പുസ്വാമി മരുതിന്റെ പേരിൽ നാടക് ഏർപ്പെടുത്തിയ കുപ്പുസ്വാമി യങ് ആർട്ടിസ്റ്റ് പുരസ്കാരം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിനി അർച്ചനയ്ക്ക് നൽകും. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് നാടക് സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോത്രവിഭാഗത്തിൽ നിന്ന് ആദ്യമായി നാടകരംഗത്തേക്ക് വന്ന കുപ്പുസ്വാമി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2024 മാർച്ച് 30 അന്തരിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ PG വിദ്യാഭ്യാസം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാട്ടറിവുകളും ഗോത്രകലകളും ശേഖരിച്ച് പ്രചാരം നൽകിയിരുന്ന കുപ്പുസ്വാമി എഴുത്തിന്റെ ലോകത്തും സജീവമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനാണ് നാടക് കുപ്പുസ്വാമിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കുപ്പുസ്വാമി പുരസ്കാരം നൽകുന്നതിനോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കലയോടും വിദ്യാഭ്യാസത്തോടും താൽപ്പര്യമുള്ളവരുമായ വി മനു, KC അഞ്ജനപ്രിയ, L അജയകുമാർ, S വിസ്മയ, J റീജ എന്നിവർക്ക് എൻഡോമെന്റും നൽകും. കുപ്പുസ്വാമിയുടെ ചികിത്സയ്ക്കായി ശേഖരിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നാടകാവതരണം, നാടക ക്യാമ്പ് എന്നിവ സംഘടിപ്പിക്കുമെന്നും ശൈലജ പറഞ്ഞു. അർച്ചന പി എന്ന യങ് ആർട്ടിസ്റ്റിനാണ് 2024 സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് BTA പാസ്സായി ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള നാടക ആർട്ടിസ്റ്റാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെമന്റോയുമായിരിക്കും ഈ അവാർഡ് ജേതാവിന് ലഭിക്കുക. വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ 5 ലഭിച്ചിട്ടുള്ളത്. മനു ബി, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഷോളയ, അഞ്ജനപ്രിയ KC, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അട്ടപ്പാടി, അജയ് കുമാർ L, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതൂർ, വിസ്മയ S. കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി, നാടക് സംസ്ഥാന പ്രസിഡന്റ് D രഘുത്തമൻ, സ്കൂൾ ഓഫ് ഡ്രാമ പ്രതിനിധി ഡോക്ടർ MS സുരഭി, നാടക് ജില്ലാ സെക്രട്ടറി സജിത് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയിൽ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനവും ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവർ ആ പട്ടാമ്പിക്ക് വന്ന മാറ്റം പലരും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. പട്ടാമ്പിയിലെ ആ മാറ്റത്തെ കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ പട്ടാമ്പിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു 3 മണിക്ക് ശേഷം നമുക്ക് നമ്മുടെ ടൗണിലൂടെ നടന്നു പോകാൻ, മൂക്ക് പൊത്തിയല്ലാതെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. നഗരസഭ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുഖിയ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ TP കിഷോർ, RARS ADR ഡോക്ടർ P രാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ
ധർണ സംഘടിപ്പിച്ചു. തൃശൂർ DCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എവിടെ പോയാലും 40 വണ്ടികൾ അകമ്പടി സേവിക്കുക. അതിൽ പോലീസ് വണ്ടിയുണ്ട്, മറ്റേ നമ്മുടെ ആംബുലൻസ് ഉണ്ട്, തുടങ്ങിയ ഒട്ടേറെ വണ്ടികൾ. ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസത്തെ ദുഷ്ചിലവ് എത്രയാണെന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും തന്നെയല്ല, മുഖ്യമന്ത്രിയുടെ മറ്റേ ക്ലിഫ് ഹൗസ്, ആ ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്. ആകെ 2 നിലയുള്ള ബിൽഡിംഗ് ആണ് ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് 1ാമത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 17 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ലിഫ്റ്റ് വെച്ച ഒരു സംഭവം. പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജയ്സൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ CP ഗോവിന്ദൻകുട്ടി, MP ഗിരിജ വല്ലഭൻ, KC ശിവദാസൻ, രാജൻ വെട്ടത്ത്, TK വാസുദേവൻ, ഏലിയാമ്മ ടീച്ചർ, TM അബ്ദുൾ മജീദ്, ഹൈമാവതി, ഹസൻ, NC ജോർജ്, ആസിയ തുടങ്ങിയവർ സംസാരിച്ചു. VN വിനോദ് സ്വാഗതവും VC മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ട്രെയിൻ ഇക്കോസിസ്റ്റം ബ്ലോക്ക് തല പ്രൊജക്ട് അവതരണം മാത്തൂരിൽ സംഘടിപ്പിച്ചു. കുഴൽമന്ദം BRCയുടെ കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ഏറ്റവും നല്ല പിന്തുണ ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഓരോ സ്കൂളിൽ നിന്നും ശാസ്ത്രപ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള നിരീക്ഷണങ്ങളായാലും പരീക്ഷണങ്ങളായാലും കണ്ടെത്തലുകളായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല കഴിവും നല്ല ശേഷിയും നല്ല ബോധ്യവും നല്ല. മാത്തൂർ PMR ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കുഴൽമന്ദം BRC BPC അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷത വഹിച്ചു. UPHSS വിഭാഗങ്ങളിലെ പ്രൊജക്ടുകളുടെ പ്രകാശനവും അവതരണവും നടന്നു. 7ാം ക്ലാസ്സിലെ പ്രൊജക്ട് PP സുമോദ് MLA കുഴൽമന്ദം BRCയിലെ BPC അഭിലാഷ് തച്ചങ്കാടിന് നൽകി പ്രകാശനം ചെയ്തു. 8ാം ക്ലാസ്സിലെ പ്രൊജക്ട് സന നസ്രീൻ, A അഫ്സാന എന്നീ വിദ്യാർത്ഥിനികൾ കുഴൽമന്ദം ഒലീവ് മൗണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ തോമസ് അലക്സാണ്ടറിന് നൽകി പ്രകാശനം ചെയ്തു. 9ാം ക്ലാസ്സിലെ പ്രൊജക്ട് റമീഷ, ശ്രേയ എന്നീ വിദ്യാർത്ഥിനികൾ കുത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക സൈനയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ബ്രോഷർ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ AEO വിക്ടർ ഡേവിഡിന് നൽകി പ്രകാശനം ചെയ്തു. ട്രെയിൻ ഇക്കോസിസ്റ്റം പ്രൊജക്ടിന്റെ ഭാഗമായ വിദ്യാർത്ഥികൾ, അധ്യാപകർ, റിസോഴ്സ് പേഴ്സൺസ് എന്നിവർക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. BRC ട്രെയിനർ ഡോക്ടർ S ജഷി സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ KR സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. റോഡ് 1 ഉദ്ഘാടനം 2. കഴിഞ്ഞ ദിവസം മണ്ണൂരിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 10ാം വാർഡിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനത്തിന് വാർഡ് മെമ്പറെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് വീണ്ടും ഉദ്ഘാടനം നടന്നത്. എന്നാൽ വാർഡ് മെമ്പറെ ക്ഷണിച്ചില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ വാർഡംഗം റജുല ടീച്ചറെ കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച വാർഡംഗം റജുല ടീച്ചറുടെ നേതൃത്വത്തിൽ നാടമുറിച്ച് ഉദ്ഘാടനം നടത്തിയത്. മുസ്ലിം ലീഗ് 5ാം വാർഡംഗം VM അൻവർ സാദിഖ്, KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PM സാദിഖ് അലി, ഫാസിൽ, PS സുലൈമാൻ, CH ജബ്ബാർ, ഷബീദ മുനീർ, മുബീന സാദിഖ്, കുബുറ, PA അഫ്സത്ത് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ളൊരു നയം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പിച്ചു പറയുന്നു, കാര്യം പറഞ്ഞില്ല. ഈ റോഡിന്റെ ഉദ്ഘാടനം ഞങ്ങൾ ഇന്നലെ വാർഡ് മെമ്പറെ ക്ഷണിക്കാത്തതിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി വാർഡ് മെമ്പറെ കൊണ്ട് തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടായതിനാൽ ബ്ലോക്ക് അംഗം വെള്ളിയാഴ്ച രാവിലെയും താൻ ഉച്ചയ്ക്കും റജുല മെമ്പറെ അറിയിച്ചിരുന്നെന്നും അവർ പങ്കെടുത്തിരുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. ക്ഷണിച്ചിരുന്നില്ല എന്നത് നുണയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ പത്തിരിപ്പാലയിലെ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനരായ 100 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. 25 വർഷം മുൻപ് രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതിനോടകം 60 ലക്ഷം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 1200 രൂപയോളം വിലയുള്ള 20 സാധനങ്ങളടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. 25 വർഷം മുൻപ് നിലവിൽ വന്ന വാട്സാപ്പ് കൂട്ടായ്മ ഇതിനകം തന്നെ 60 ലക്ഷത്തോളം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി കഴിഞ്ഞു.
നിർധനർക്കും രോഗികൾക്കും താങ്ങും തണലുമായി മാറിയിരിക്കുകയാണ് വാട്സപ്പ് കൂട്ടായ്മ. പ്രവാസി ലോകത്തും നാട്ടിലുമുള്ള 80ഓളം പേരാണ് കൂട്ടായ്മയിൽ സജീവമായിട്ടുള്ളത്. റംസാൻ കിറ്റുകളുടെ വിതരണം ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയും പത്രിപ്പാല സ്വദേശിയുമായ മണി അരത്തൊടി ഉദ്ഘാടനം ചെയ്തു. 1500ഓളം പേരുണ്ടായിരുന്നു. ആ ലെവലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും കൂട്ടായ്മയുടെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം എല്ലാ വർഷവും കൂട്ടായ്മയുടെ ഈ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു മുടക്കം വെച്ചിട്ടില്ല. അത് ഇൻഷാല്ലാ ഇന്നത്തെ കിറ്റുകളുമായി എല്ലാവർക്കും കൊടുക്കുവാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായി ചെയ്യുന്നു. വാർഡംഗം എ ശിഹാബ് അധ്യക്ഷത വഹിച്ചു. കുട്ടൻ അർച്ചന, മാധ്യമം സാദിഖ്, വീരാൻ മണ്ണൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 4 ദിവസങ്ങളായി നടന്നുവന്നിരുന്ന ചെറുതുരുത്തി പൈങ്കുളം റോഡ് മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനമായി. മാർച്ച് 31-ാം തീയതിയാണ് 7ാം പൂജയും കൊടിയിറക്കൽ ചടങ്ങും നടക്കുക. മഞ്ഞൾ നീരാട്ട്, ഊരുചുറ്റൽ, ഉച്ചപൂജ, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, മേളം, ഉടുക്കുപാട്ട്, പ്രത്യേക പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. ചെണ്ടമേളത്തിൽ നാദവിസ്മയം തീർത്ത് സദനം അശ്വിൻ മുരളി, കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക അരങ്ങേറി. മാവുവിളക്ക് പൂജ, പൊങ്കൽ പൂജ എന്നിവയും നടന്നു. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തിയതോടെ മാരിയമ്മ പൂജ മഹോത്സവത്തിന് സമാപനം കുറിച്ചു. 31-ന് തിങ്കളാഴ്ച വൈകിട്ട് 3:30-ന് 7ാം പൂജയും കൊടിയിറക്കൽ ചടങ്ങും ശുദ്ധികലശവും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MC നാരായണൻകുട്ടി, ട്രഷറർ MV ശശികുമാർ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പനയൂർ TMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ അനങ്ങനടി, വാണിയംകുളം പഞ്ചായത്തുകളിലെ അങ്കണവാടി കുട്ടികളെ പങ്കെടുപ്പിച്ച് അങ്കണവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വാണിയംകുളം പഞ്ചായത്ത് അംഗം VT നളിനി അധ്യക്ഷത വഹിച്ചു. മാനേജർ മൊയ്തുപ്പ ഹാജി, പ്രധാന അധ്യാപിക C ഷീബ, മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് KT സെയ്തലവി ദാരമി, PTA പ്രസിഡന്റ് M സേതു, അശ്വതി, സന്തോഷ്, K ലീന എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാവർക്കർമാർക്ക് ആശ്വാസമേകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ 1 കോടി തന്റെ സംഭാവനയെന്നും മന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ മന്ത്രിയുടെ പരോക്ഷ വിമർശനം. വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള വിവാദങ്ങൾ തരികിട പരിപാടികളാണെന്നും സുരേഷ് ഗോപി. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി മുഹമ്മദ് മൊഹസിൻ MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും PK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം.
കോട്ടായിൽ കോടികൾ മുടക്കി സ്ഥാപിച്ച തടയണയ്ക്ക് ഷട്ടർ ഇല്ലാത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധം. വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിന് പോലും ഉപകാരമില്ലാത്ത തടയണ നോക്കുകുത്തിയാണെന്നും പ്രദേശവാസികൾ. അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണ് ഇതെന്നും ആരോപണം. കേരളത്തിൽ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം നുഴഞ്ഞുകയറ്റം നടക്കുമ്പോഴും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും RV ബാബു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.